അമ്മച്ചി എന്തോ ഇന്ന് എന്നാ നമ്മുടെ സ്പെഷ്യൽ? നമുക്കൊരു കുമ്പളങ്ങ തോരൻ വെക്കാം. കുമ്പളങ്ങ തോരൻ. ഇത് നല്ലൊരു വെജിറ്റേറിയൻ വെജ്. കുമ്പളങ്ങ ഒത്തിരി നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള അതെ അതെ അല്ലേ? പ്രത്യേകിച്ച് ഡയബറ്റിക്കുകാർക്ക് ജ്യൂസ് അടിക്കാനും. ഇപ്പോൾ എല്ലാവരും കൂടിയ ഡയബറ്റിക്കുകാരുണ്ടെങ്കിൽ അവരെല്ലാം ജ്യൂസ് അടിച്ചാ കുടിച്ച്. അതുകൊണ്ട് കുമ്പളങ്ങയ്ക്ക് ഇപ്പോൾ വിലയായി. പണ്ടൊക്കെ ഒന്നും വിലയില്ലായിരുന്നു. ഇപ്പം നല്ല വിലയാണ് തൂക്കത്തിന്. ഡിമാൻഡുള്ള സാധനം. ഇതൊരു 600 ഗ്രാം ഉണ്ട്. ഇതിപ്പം മിക്ക വീടുകളിലും തന്നെ കുമ്പളങ്ങ ഉണ്ട് അല്ലേ? വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുമ്പളങ്ങ തോരനാണ് അല്ലേ? അതെ. അപ്പോൾ അടിപൊളിയായിട്ടൊരു കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കാം. അത് തന്നെ പെട്ടെന്ന് തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് നല്ല സ്റ്റൗ കത്തിക്കാം. പാനം ചൂടായിക്കോട്ടെ. അല്പം എണ്ണ ഒഴിക്കാം. ഈ തോരന് വലിയ താമസമൊന്നുമില്ല അല്ലേ? പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇത് വെള്ളമല്ലേ? 1 സ്പൂൺ കടുകിടാം. ചുമന്നുള്ളിയുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. രണ്ട് കറിവേപ്പില ഇടാം. ഉള്ളിയൊന്ന് വഴന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 മുളകാണ് ഇത്, ചുമന്ന മുളക്. അത് ക്രഷ് ചെയ്ത് ഇട്ടതാണ്. തേങ്ങായും മഞ്ഞളും വെളുത്തുള്ളി എല്ലാം കൂടാണിത്. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ ഈ കുമ്പളങ്ങ അങ്ങോട്ട് ഇടുന്നു. തേങ്ങയുടെ വെള്ളം പറ്റി കുമ്പളങ്ങ ഇടുക. വെള്ളം ഒഴിക്കണ്ട. പിന്നെ ചെറിയ ചൂടിന് ഒരു തേങ്ങ ഒന്ന് വേകാൻ മാത്രമുള്ള ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇതിനകത്ത് വെള്ളമുണ്ട്, അല്ലെങ്കിൽ തോരന് കുഴഞ്ഞു പോകും. 2 സ്പൂൺ വെള്ളം. പാകത്തിന് ഉപ്പ് ഇടും. എല്ലാം ഒന്ന് സൈഡ് എല്ലാം തവി കൊണ്ട് വടിച്ച് കൂട്ടിയിട്ട് ഒരു ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഒന്ന് അടച്ച് വെക്കാം. തോരൻ വെന്തോ, കുമ്പളങ്ങ തോരൻ വെന്തോ എന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഇതൊന്ന് മറിച്ചിടാം, അടിഭാഗം കൂടെ വേകാൻ. ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ച് ഇതൊന്ന് പറ്റിച്ചെടുക്കാൻ മാത്രം. ഇതൊന്ന് വെള്ളം പറ്റിയാൽ മതി. പിന്നെ ശരിക്കും ഇത് വെന്തു. കുമ്പളങ്ങ ആയതുകൊണ്ട് പൊതുവേ വെള്ളമുള്ള സാധനമാണ്. അതുകൊണ്ട് വെന്തു വെള്ളം പറ്റി നമ്മളിപ്പോൾ ഇതെടുക്കുകയാണ്. കുമ്പളങ്ങ തോരനായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ടുണ്ട്. പാത്രത്തിലേക്ക് കുറച്ചിട്ടല്ലേ? ചിനോ ഇതൊന്ന് നോക്കിക്ക്, ഉപ്പുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ. ചൂടാ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങ തോരൻ. സത്യത്തിൽ കുമ്പളങ്ങയാണ് പറയുക. ചെറിയ ഉള്ളിയെല്ലാം കൂടെ. ചെറിയ ഉള്ളിയും അതിൻ്റെ എല്ലാം കൂടെ, പിന്നെ മുളകിൻ്റെ ചുമന്ന മുളകിൻ്റെ ഒക്കെ ഇതൊരു വ്യത്യസ്തമാണ്. ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കുമ്പളങ്ങ തോരൻ എന്ന് ആദ്യം ആരും പറയാല.
കുമ്പളങ്ങ ഇത്രയും ടേസ്റ്റോടെ വെക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതെ നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ടാൽ അത് തിന്നുകയല്ല, അത് എടുത്ത് മാറ്റും. അമ്മച്ചിയുടെ കൈപ്പുണ്യാന്ന് തന്നെ തോന്നുന്നത് അല്ലേ? പിന്നെ ഇത് നല്ലതാണ് എല്ലാം. ഇപ്പം ഡയബറ്റിക്കാർക്ക് ഇങ്ങനെ തോരൻ വെച്ച് കൂട്ടാം, കൂട്ടിയാലും മതി, കറി വെച്ച് കൂട്ടാം, ജ്യൂസ് അടിച്ച് കൂട്ടാം. കുമ്പളങ്ങ കൊണ്ട് പല വ്യത്യസ്തമായ ഗുണങ്ങൾ. മാത്രമല്ല 5 മിനിറ്റ് കൊണ്ട് ഒരു തോരൻ റെഡിയായി കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അതെ. വല്ല വിരുന്നുകാരൊക്കെ വരുമ്പോൾ വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ചോറ് വിളമ്പിയിട്ട് ഇത് ഉണ്ടാക്കി തരാവുന്ന കേസേ ഉള്ളൂ അല്ലേ? ചോറ് വിളമ്പി വെച്ചിട്ട് ഉണ്ടാക്കാൻ പോയാലും കറക്റ്റാണ്. അപ്പം അടിപൊളി കുമ്പളങ്ങ തോരനാണ്. കുമ്പളങ്ങ ഒന്നിന് വെറുതെ പെറുക്കി കളയരുത്. കുമ്പളങ്ങ കൊണ്ട് നല്ലൊരു തോരൻ വെച്ച് നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ മോഡലിലൊരു തോരൻ വെച്ച് കഴിക്കുക അല്ലേ? അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ. ബൈ.